നമസ്കാരം. ഈ പത്രക്കാരെ എല്ലാ പത്രക്കാരെയും ദേശാഭിമാനി എന്തോ അവർക്ക് അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തില്ല എന്നുണ്ട്, അവരിതിന് പെട്ടില്ല. ഭാഗ്യം, അത് അവരുടെ ഭാഗ്യം. ഇനി ഇവന്മാരേക്ക് നമ്മൾ പട്ടികളെന്നോ തെണ്ടികളെന്നോ മറ്റേ മക്കളെന്നോ തന്തയ്ക്ക് പറക്കാത്തവരെന്നൊക്കെ നമുക്ക് വിളിക്കാം. അതിനുള്ള സ്വാതന്ത്ര്യം അവർ തന്നത്. തെണ്ടിത്തരല്ലേ അവർ കാണിച്ചത്? ഇനി ഈ സാധനങ്ങൾ ഈ ചവർ കടലാസ് വിറ്റഴിയാൻ വേണ്ടി അവർ പറയില്ലേ ഇന്ത്യൻ പ്രധാനമന്ത്രി കൊല്ലപ്പെട്ടു നോക്കി പറയില്ലേ ഇവർ? എന്നിട്ട് അതിൻ്റെ ഇടയിൽ ADVT 10 ആൾ വായിക്കാൻ വേണ്ടി യൂട്യൂബുകാരൊക്കെ ചെയ്യണ പോലെയുള്ള ഇളിഭ്യത്തരങ്ങളല്ലേ ഇവന്മാർ കാണിച്ചു കൂട്ടിയത്. ഇവിടെ മോണിറ്റൈസേഷൻ വന്ന സമയത്ത് ആളുകൾ പരക്കം പാഞ്ഞു, സങ്കടപ്പെട്ടു, ക്യൂ നിന്നു. ബാങ്കിലിട്ട പൈസ തിരിച്ചു കിട്ടുമോ എന്നുള്ള പേടി. അങ്ങനെ ചൂടുവെള്ളത്തിന് വീണ പൂച്ചകളാണ് നമ്മുടെ നാട്ടിലെ സാധാരണ ആൾക്കാർ. അവരുടെ മോന്തക്ക ഇട്ടിട്ടാണ് ഇവർ ഈ കൊട്ടുകൊടുത്തത്. മറ്റെല്ലാം ഡിജിറ്റലാക്കാൻ പോകണമെന്ന്. എത്ര ആൾ പൈസയും കൊണ്ട് ഓടിയെന്ന് അറിയാമോ? ബാങ്കിലുള്ള പൈസ അവിടെ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാനോ ഇല്ല, മാറിയെടുക്കാനൊക്കെ ആയിട്ട്. ഇവനിക്ക് എന്താ വേണ്ടത്? ഇവനിക്ക് പരസ്യ വിചാരണ ചെയ്യണ്ടേ? നാട് റോട്ടിൽ കൊണ്ടുകൊടുത്ത് തുണി ഊരിയിട്ട് ഇവർക്ക് ചന്തിക്ക് പുളിമാറിലുണ്ട് അടിക്കണ്ടേ? ഈ മനോരമ ഇവർ എളിഭ്യന്മാരെല്ലാവരെയും ഇവർ ചെയ്യുന്നത്, ഇവരുടെ പത്രത്തിൽ 2 കാര്യമുള്ളൂ. ഒന്ന് പരസ്യം, പിന്നെ ജനങ്ങളെ ഫേക്കായിട്ടുള്ള വാർത്തകൾ കൊടുത്ത് കബളിപ്പിക്കൽ. ഈ 2 കാര്യങ്ങളേ ഉള്ളൂ. പണ്ടൊക്കെ അതിന് ഉദാഹരണം പറയാം. പണ്ടൊക്കെ ഒരു കുട്ടിയെ ബസ് ഇടിച്ചു, കുട്ടി മരിച്ചു. എന്താ വാർത്ത വരികയെന്നറിയോ? ബസ് ഇടിച്ചു, കുട്ടി മരിച്ചു. അത്രയേ ഉള്ളൂ വാർത്ത. ബസ് ഇടിച്ചു, കുട്ടി മരിച്ചു. ഇന്ന സ്ഥലത്ത് പുളിക്കത്തറ അവിടെ വെച്ച് അവിടെ നിന്ന് വരുന്ന ശ്രീരാമചന്ദ്ര ബസ് ഇടിച്ച് 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി തലയ്ക്ക് പരിക്കേറ്റി മരിച്ചു. അത്രയേ ഉള്ളൂ. ഇപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തായി? ബസ് ഇടിച്ച് കുട്ടി പിടഞ്ഞ് മരിച്ചു. അങ്ങനെയാക്കി. കാര്യം ചിലവാവണ്ടേ? കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തായി? ബസ് ഇടിച്ച് കുട്ടി അമ്മയുടെ മുമ്പിൽ പെടഞ്ഞ് പിന്നെ പറയും പെടഞ്ഞ് ചതഞ്ഞ് അരഞ്ഞ്. ഇങ്ങനെ ഇതിനകത്തിങ്ങനെ കൂട്ടിച്ചേർത്തുകൊണ്ടിരിക്കുകയാണ്, ഓരോന്നും ചേർത്തുകൊണ്ടിരിക്കുകയാണ്. അതേ സെൻസേഷൻ, ഇല്ലാത്ത സെൻസേഷൻ. ഇതൊക്കെ അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്താ സംഭവം എന്നറിയാമോ? ഇപ്പോൾ ഈ ചവർ കടലാസ് വാങ്ങിക്കാൻ ആൾക്കാരിലുണ്ടായി. അതാണ് പ്രശ്നം. ഈ വെള്ളിയാഴ്ച രാവിലെ പത്രം എടുത്ത വായനക്കാർ സത്യം പറഞ്ഞാൽ അവരുണ്ടല്ലോ, പലരും നെഞ്ചത്തടിച്ചു. കാരണം ഡിമോണിറ്റൈസേഷൻ വന്നിട്ട് എത്ര 3 വർഷം അല്ല 4-5 വർഷമായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഈ ഡിമോണിറ്റൈസേഷൻ വന്ന് പേടിച്ച് പറിച്ചിരിക്കുന്ന ആൾക്കാരുടെ നോട്ട് നിരോധനം ഞാൻ പേടിയാണത്. കാരണം പൈസക്കാർ ഒന്നുമില്ലാത്തവരുടെ കാര്യം പോട്ടെ. ഞാനന്ന് ഡിമോണിറ്റൈസേഷൻ വന്ന സമയത്ത് ഡൽഹിയിൽ പോകാൻ നിൽക്കുക. എൻ്റെ ആകെ കൂടി 3000-4000 ഉണ്ട്. ആ പോകുന്ന സമയത്ത് പൈസ എടുത്താൽ മതിയല്ലോ. ഒരു വെള്ളിയാഴ്ചയോ മറ്റോ ആണ് ഇത് വരുന്നത്. ബാക്കിയുള്ള 2 ദിവസം മുടക്കാം. ഓടി അവിടെ ചെന്ന് അന്ന് ആ സമയത്ത് കുളിച്ചിട്ട് പോലുമില്ല, മഴയുണ്ട്, കുടയില്ല. ഓടി അവിടെ ചെന്ന് പാലക്കാടുള്ള ബാങ്കിൻ്റെ അയാൾ വന്നിട്ട് പറഞ്ഞു, സ്വാമിക്ക് എത്ര പൈസയാണ് വേണ്ടേ പറഞ്ഞാൽ മതി പറഞ്ഞു. എന്തോ അയാളുടെ വ്യക്തിപരമായിട്ടുള്ള സ്നേഹത്തിൻ്റെ പേരിൽ എനിക്ക് ആവശ്യമുള്ള പൈസ തന്നു. ആ സമയത്ത് മറ്റുള്ളവരുടെ ക്യൂ നിൽക്കുക. നെഞ്ചത്തടി മാറത്തടി. എനിക്ക് ഈ പൈസ കിട്ടുമോ? 3000 തരാം, മറ്റന്നാൾ വന്നാൽ 4000 തരാം, പിന്നത്തെ ദിവസം വന്നാൽ 1000 തരാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടിയിലാണ്. അപ്പോൾ അത് മനസ്സിലുള്ള ആൾക്കാരോട് പറയണത് എല്ലാം ഡിജിറ്റലാക്കാൻ പോയി. എന്ത് ഡിജിറ്റൽ? എങ്ങനെ ഡിജിറ്റൽ? എന്താ ഈ പറയുന്നതിൻ്റെ അർത്ഥം? ആൾക്കാർക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഇത് വാസ്തവത്തിൽ എന്നിട്ട് ഇതിൻ്റെ അടിയിൽ എഴുതിയിരിക്കുകയാണ്, ഇനി നോട്ടുകളൊന്നും കയ്യിൽ വെക്കേണ്ട, ഇനി ഡിജിറ്റൽ കറൻസി വരാൻ പോവാണ്. ഏത്? ഫെബ്രുവരി 2-ാം തീയതി. ഫെബ്രുവരി 1-ാം തീയതി മുതൽ രാജ്യത്ത് ഇതില്ലാതായി മാറുന്ന പറയണത്. ആയതുകൊണ്ട് തന്നെ 2016 ആ നിരോധനം, 2016 എന്ന് പറയുമ്പോൾ എത്ര, ഇപ്പോൾ 8-9 വർഷമായി. അന്നുണ്ടായ നോട്ട് നിരോധനത്തിൻ്റെ ആ ഒരു പേടി, ഒരു പാനിക് അവസ്ഥയിലേക്ക് കയറിപ്പോണ് വീണ്ടും ആൾക്കാർ. ചില ആൾക്കാർ നോട്ടുകൾ എന്ത് ചെയ്യണം എന്നറിയില്ല. ചിലർ കൊണ്ടിട്ട് വെറുതെ നോട്ട് കളയണ്ടല്ലോ, അമ്പലത്തിൽ കൊണ്ടിട്ടു. അങ്ങനെയൊക്കെ ചെയ്ത ആൾക്കാരുണ്ട്. ഏതായാലും ഇവർ വേറൊരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട്. ധാരാ പറയുന്നത്, ഇവിടെ റിസർവ് ബാങ്ക് ഗവർണർ പറയുന്നു, ധനമന്ത്രി പറയുന്നു, പ്രതിപക്ഷ നേതാവ് പറയുന്നു എന്നൊക്കെ മനസ്സിലായിട്ടത്. അതായത് ഇവർക്ക് എന്ത് തെണ്ടിത്തരവും കാണിക്കാമെന്നർത്ഥം. അവരോട് ചോദിക്കാൻ രാഷ്ട്രീയക്കാർക്ക് പേടിയാണ്. കാരണം ഇവർ വേറെ വാർത്ത കൊടുക്കും. രാഷ്ട്രീയക്കാരൻ കൊടുത്തു കഴിഞ്ഞാൽ പറയും, ആ രാഷ്ട്രീയക്കാരല്ലേ 10 പെണ്ണുങ്ങളെ പിടിച്ചവനാന്ന് പറയും. എന്നിട്ട് തെളിവുണ്ടാക്കും. അതുകൊണ്ട് ഇവരെ പേടിയാണ് വാസ്തവത്തിൽ. ഇത് ശരിക്കും പറയുന്നത് ഇങ്ങനെയുള്ള
ദേശാഭിമാനി ഒഴിക്കുക. ദേശാഭിമാനം കൊണ്ടാണോ എന്നറിയില്ല. അവർക്ക് അഡ്വർടൈസർ കിട്ടാത്തതുകൊണ്ട് വലിയ പത്രമൊന്നും അല്ലല്ലോ, അതിൻ്റെ പേരിലാണെന്ന് അറിയില്ല. ബാക്കിയെല്ലാം മനോരമയും മാധ്യമം തുടങ്ങിയ എല്ലാത്തിലും ഈ സാധനം വന്നിട്ടുണ്ട്. എന്തായാലും ഇതിലിവർ ശരിക്കും പറയുന്നത് വെച്ചാൽ ഇവരൊരു വാക്കിട്ടുണ്ട്, അഡ്വർടൈസ്മെൻറ്റ് പ്ലസ് എഡിറ്റോറിയൽ. ഇത് രണ്ടും കേടിയിട്ട് അഡ്വർട്ടോറിയൽ എന്നൊരു സാധനം വെച്ചിട്ടുണ്ട്. അത് ഇവർക്ക് കുത്തകയാണ്. അത് അതിൻ്റെ അടിയിൽ എഴുതിയിട്ടുണ്ടാവും, ADVT എന്ന് എഴുതിയിട്ടുണ്ടാവും. എന്നിട്ട് ഇവർ ഇഷ്ടമുള്ളതെന്നാണ് അവർക്ക് എഴുതാം. മമ്മൂട്ടിക്ക് ഭ്രാന്ത് പിടിച്ചു, എന്നിട്ട് അതിൻ്റെ അടിയിൽ ADVT. എന്ത് വേണ്ടി പറയാൻ ഇവർക്ക്? ഇവരോട് ആർക്കും ചോദിക്കാൻ പറ്റില്ല. ഇവരൊക്കെയാണ് നടുറോട്ടിൽ നിർത്തിയിട്ട് പണ്ടത്തെ സൗദി അറേബ്യയിൽ ചെയ്യണ പോലെ പരസ്യമായിട്ട് വിചാരണ ചെയ്തിട്ട് പരസ്യമായിട്ട് ഇവന്മാരുണ്ടല്ലോ കല്ലെറിയണം. അതാണ് വേണ്ടത്. ഇവരുടെ പ്രശ്നം മറ്റൊന്നുമല്ല, ഇവരുടെ അവരുടെ അപ്രമാദിത്വം. ഇവിടെ ഇപ്പോൾ സോഷ്യൽ മീഡിയകൾ വന്നു, ഇവിടെ X വന്നു, Y വന്നു, Z വന്നു, ഇൻസ്റ്റഗ്രാം വന്നു, യൂട്യൂബ് വന്നു, PTube വന്നു, എല്ലാം കൂടി വന്നോട് കൂടിയിട്ട് ഇവന്മാരെ ആർക്കും വേണ്ടാണ്ടായി. ഒരു ഓർഡിനറി ബസ് വന്ന് കിടക്കണു. ഓർഡിനറി ബസ്സിൽ ആൾക്കാർ കയറാൻ നോക്കുമ്പോൾ പുറകിൽ ഡീലക്സ് ബസ്, പുറകിൽ മറ്റേ പുഷ് ബാക്ക് ബസ്, പുറകിൽ AC ബസ് വരുമ്പോൾ എല്ലാവരും അങ്ങോട്ട് ചാടി കയറില്ലേ? ഇവൻ്റെ ഈ ഇളിഞ്ഞ മനോരമയും മാധ്യമവും മറ്റെന്തായാലും പറയുക മാതൃഭൂമിയും ഒന്നും ആർക്കും വേണ്ട. പേപ്പർ വന്ന് വലിച്ചിടുക, അവിടെ തന്നെ കിടക്കും. പണ്ടങ്ങനെ ഓടി വന്ന് നോക്കും ബെല്ലടി കേൾക്കുന്നുണ്ടോന്ന്, എന്നിട്ട് അതങ്ങോട്ട് എടുത്തിട്ട് കുട്ടികൾക്കൊക്കെ മാൻട്രാക്ട് മജീഷ്യൻ അങ്ങനെയുള്ള കാര്യങ്ങൾ വായിക്കാൻ മനോരമ വന്നു കഴിഞ്ഞാൽ മംഗളം മനോരമ വന്നാൽ സ്ത്രീകൾ മുഴുവൻ ആർക്ക് വേണം ഈ സാധനങ്ങൾ? ഇപ്പം എല്ലാം ഇവന്മാരെല്ലാവരും ന്യൂ ജനറേഷനിൽ പത്രം വായന പരിപാടി ഇല്ല. പണ്ടൊക്കെയും പത്രം എൻ്റെയും കാലത്ത് ഇവിടെ പോകും, മറ്റേ വീട്ടിൽ പത്രമുണ്ട്, അതേതൊരു ഒരെണ്ണമായിരിക്കും, മനോരമ അല്ലെങ്കിൽ മാതൃഭൂമി ആയിരിക്കും. പക്ഷെ കൂടുതൽ പത്രം വായിക്കാൻ വേണ്ടിയിട്ട് പോകുക ലൈബ്രറിയിലാണ് പോവുക. അപ്പം ലൈബ്രറിയിൽ പോകുമ്പോൾ അവിടെ കാണാം 10-12 ആൾക്കാർ. ചെറിയ ഗ്രാമമാണ്, ഇന്ന് ഇത്തിരി കൂടി വലുപ്പമായിട്ടുണ്ട്. 10-12 ആൾക്കാരുണ്ടാവും അവിടെ. എന്നിട്ട് അവർ മാറി പത്രം വായിക്കില്ല, പത്രം തിന്നും അവർ. അത്രത്തോളം വേറെ ഒന്നുമില്ല, വേറെ മാർഗ്ഗമില്ല. പിന്നെ ഒരു റേഡിയോ ഉണ്ട്, അത് 7 മണിക്ക് നിങ്ങൾ ആവശ്യപ്പെട്ട ചലച്ചിത്രാനുകൾ കേൾക്കുക, അതോ അതിൻ്റെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ അവിടെ ആ കാലഘട്ടത്തിലായിരുന്നു പത്രങ്ങൾക്കൊരു നിലയും വിലയുണ്ടായിരുന്നു. ഇന്നിപ്പോൾ പത്രങ്ങളുടെ സ്ഥിതി എന്താണെന്ന് അറിയാമോ? പത്രങ്ങളിൽ നിങ്ങൾ എടുത്തു നോക്കിയാൽ 65% വാർത്തകളല്ല, ഒരു പേജ് മുഴുവൻ ചരമകോളമാണ്. പിന്നെ മുൻ പേജിൽ വരെ ചരമകോളങ്ങൾ വരുന്നുണ്ട്, ബാക്കിയുള്ള മുഴുവൻ അഡ്വർടൈസ്മെൻറ്റുകൾ. വാർത്തകൾ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്ത വാർത്തകൾ എന്താ? ഇവരെഴുതുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി വാർത്തകൾ, അവർ പറഞ്ഞ CPI വാർത്തകൾ ഒക്കെ ഓരോ പാർട്ടികളാണ്. കോൺഗ്രസ് വാർത്തകൾ, വേറെ പത്രമുണ്ട് ജന്മഭൂമി, അതിൽ BJP വാർത്തകൾ. അപ്പോൾ ഏത് വാർത്തകളാണ് വിശ്വസിക്കുക? ഒരു തരം മറ്റെന്താ ചവറ് സാധനങ്ങൾ. ഒരിക്കൽ എന്നോട് ഒരാൾ പറഞ്ഞു വെച്ചാൽ പിന്നെ നിങ്ങളിതിനെ പത്രം വരുത്തണേ. അപ്പോൾ അയാൾക്ക് ചെറിയൊരു പലചരക്ക് പിടിയുണ്ട്, അവിടെ സാധനങ്ങൾ പൊതിഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്ന്, കള്ളാസ് വേണ്ടതെന്ന്. ആ ഒരു അവസരം എത്തിയിട്ടുണ്ട്. പിള്ളേർ പറഞ്ഞ പോലെ കക്കുതിര പോയിട്ട് കഴിയുന്ന സമയത്ത് തുടയ്ക്കാൻ വേണ്ടിയിട്ടൊരു കടലാസ് വേണമല്ലോ, അതിനുള്ള കടലാസായിട്ട് മാറിയിട്ടുണ്ട്. വെറും നോട്ടീസുകളായിട്ട് മാറിയിരിക്കുകയാണ് ഇവരുടെ ഈ മറ്റേത് എന്താണ് പറയുക പത്രങ്ങൾ. ഇവർ വേറൊരു രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വാർത്ത വന്നു കഴിഞ്ഞാൽ ഇന്ന് വൈകുന്നേരം ഒരു 9 മണി 10 മണി സമയത്ത് ഒരു സുനാമി ഉണ്ടായിട്ട് 1 ലക്ഷം പേര് മരിച്ചു വാർത്തയാണല്ലോ അതേ. അപ്പോൾ ഇവർ പത്രം അടിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. കാരണം പത്രം 2 മണി 3 മണിക്ക് ചെയ്യണ്ടേ. പിന്നെ ഒരു ചെറിയൊരു ഭാഗം വിട്ടിട്ടുണ്ടാവും, സ്റ്റോപ്പ് പ്രസ് കഴിഞ്ഞ് വിട്ടിട്ടുണ്ടായിരിക്കും. അതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റില്ലല്ലോ ഈ സാധനം, അത് വലിയ വാർത്തയല്ലേ. പിറ്റേ ദിവസത്തെ പത്രത്തിൽ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പിറ്റേ ദിവസമാണ് ഈ സാധനം നമുക്ക് കിട്ടുക. അപ്പോഴേക്കും ഇവിടെ അതിൻ്റെ സകലമായ ഡീറ്റെയിൽസ് യൂട്യൂബിലൂടെയും എക്സ്ട്യൂബിലൂടെയും എല്ലാ ട്യൂബിലൂടെയും പുറത്തു വന്നു. ഇവർക്കൊരു കാലഘട്ടത്തിൽ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ പുജ്ഞമായിരുന്നു. മറ്റേ കഥകളി നടന്മാർക്ക് ഓട്ടംതുള്ളിനോടുള്ള പോലെ പണ്ടട്ട്, ഇന്നല്ല. കഥകളിക്ക് വകയില്ലാത്തൊരു ഓട്ടംതുള്ളൽ, സിനിമയ്ക്ക് വകയില്ലാത്തൊരു സീരിയൽ, ഇതൊക്കെയായിരുന്നു. ഇതുപോലെ ഇവർക്ക് ഈ യൂട്യൂബ് മറ്റേ TV ചാനലും മറ്റു കാര്യങ്ങളും അതിന് ആ അന്തസ്സും ആഭിയാത്യത്തിനും ഗംഭീരത്തിൽ നിൽക്കാൻ പറ്റാത്തവർക്ക് യൂട്യൂബ് എന്നായിരുന്നു. ഇപ്പോൾ ഇവിടെ സ്ഥിതി എന്താ? എല്ലാ ചാനലുകളും വാർത്ത വായിച്ച ഉടനെ യൂട്യൂബിൽ കൊണ്ടിടും. അവരെന്തെങ്കിലും പരിപാടി ഓർത്താൽ യൂട്യൂബിൽ കൊണ്ടിടും. ഇനി കുറച്ച് കഴിഞ്ഞപ്പോൾ സിനിമ പോലും യൂട്യൂബിൽ റിലീസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരങ്ങ് ഇടിഞ്ഞിറങ്ങി വാസ്തവത്തിൽ. അതാണ് ഉണ്ടായത്. പണ്ടൊക്കെ ഇവരുടെ മാതൃഭൂമിക്കും വായിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ മാതൃഭൂമി വരത്തിയിരുന്നു. അപ്പം അന്ന് ഞാൻ ചെന്ന് പത്രം, എനിക്കന്ന് 13, 14, 15 വയസ്സൊക്കെ ഉണ്ട്. ചെന്ന ഉടനെ തന്നെ അങ്ങനെ പത്രം ഇങ്ങനെ വിരലോട്ട് ഇങ്ങനെ നീക്കി തരും. അതിന് വായിക്കുമായിരിക്കും മുത്തച്ഛൻ. എന്നിട്ട് ഞങ്ങൾ പോകുമ്പോൾ അങ്ങനെ താഴെ നോക്കിയിട്ട് ഇങ്ങനെ പറയും, നാം മുന്നോട്ട് വായിച്ചോളൂ കുട്ടി എന്ന് പറയും.
അതിന് വായിച്ചു വരുന്ന സമയത്ത് എന്ത് തോന്നി നാം മുന്നോട്ട് വായിച്ച പല ഒരു സെൻറ്റൻസിൽ ഞാൻ പറയണം അതിന് വേണ്ടിയിട്ടാണ്. അന്നൊക്കെ അങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ടായിരുന്നു, കരിയർ ഡെവലപ്മെൻറ്റിനുള്ള സാധനങ്ങൾ. അതുകൊണ്ട് പണ്ട് ഇതൊക്കെ ഇങ്ങനെ ക്വാളിറ്റി വൈസ് പല കാര്യങ്ങളുണ്ടായിരുന്നു. ഇപ്പം എന്തായി, വെറും കീറക്കടലാസുകൾ മാത്രമായി മാറി. അതായത് ആളുകൾക്ക് വികാരം മൂർച്ഛിക്കാൻ വേണ്ടിയിട്ടുള്ള വാർത്തകളും മറ്റുള്ള കാര്യങ്ങളും ഇപ്പം ഇതിനകത്ത് വരുന്നത്. എന്തെങ്കിലും സംഭവം ഉണ്ടായി ഉടനെ ഡയഗ്രാം വരച്ചു, അങ്ങനെ വരച്ചു, അവിടെ ഇങ്ങനെയാണ് ഇത് വന്നത്, ഇവിടുന്ന് അങ്ങോട്ട് പോയോ, അവിടെ ഇങ്ങോട്ട് വന്നു, ഇവിടുന്ന് ഇങ്ങനെ വന്നു പറയുമ്പോൾ ആൾക്കാർ മുഴുവൻ അയ്യോ എന്ന് പറഞ്ഞ് നോക്കിയിരിക്കുന്നൊരവസ്ഥ. ആയതുകൊണ്ട് മാത്രമല്ല, രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരം എല്ലാ പത്രങ്ങളും എവിടെയെങ്കിലും ചാഞ്ഞിട്ടാണ് നിൽക്കുക. ഒന്നുകിൽ കമ്മ്യൂണിസ്റ്റ് ചായ്വ്, അല്ലെങ്കിൽ BJP ചായ്വ്, അതല്ലെങ്കിൽ മുസ്ലിം ലീഗ് ചായ്വ്, അല്ലെങ്കിൽ കേരള കോൺഗ്രസ് ചായ്വ്, ഈ ഹിന്ദു ചായ്വ്, അല്ലെങ്കിൽ ക്രിസ്ത്യൻ, ഇങ്ങനെയുള്ള ചായ്വുകളോടുകൂടിയാണ് നിൽക്കുക. ആയതുകൊണ്ട് വാർത്തകൾ മുഴുവൻ അവരുടെ പക്ഷം പിടിച്ചുള്ള വാർത്തകൾ അതിനകത്തുണ്ടാക്കുക. അതിനകത്ത് രാഷ്ട്രീയ അതിപ്രസരമാണ് ഏറ്റവും കൂടുതൽ അതിനകത്തുള്ളത്. ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ പോയപ്പോൾ കാണിക്കുന്ന ഒരു തരം ഗിമ്മിക്രികളാണ് ഇപ്പോൾ കാണുന്നത്. എങ്ങനെയെങ്കിലും പത്രം ചിലവാകാൻ വേണ്ടിയിട്ട് ഹെഡിങ്ങൊക്കെ അപകടകരമായിട്ടുള്ള ഹെഡിങ്, എന്ത് ഹെഡിങ് ഇടാലോ. അതായത് പിണറായി വിജയൻ രാജിവെച്ചു, അല്ലെങ്കിൽ പിണറായി വിജയൻ മരിച്ചു എന്ന് എഴുതാം, എന്നിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് ഇടും. ഈ ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ അർത്ഥം എന്താ? അവിടെ ചോദ്യചിഹ്നമാണത്. പിണറായി വിജയൻ രാജിവെച്ചുവോ, പിണറായി വിജയൻ രാജിവെക്കാൻ പോകുന്നുവോ, ഇത് പാവപ്പെട്ടവർക്ക് അറിയില്ലല്ലോ. അവർ പറയും പിണറായി രാജിവെച്ചു അത്രേ, ഉടനെ പത്രം വായിക്കുന്ന ആൾക്കാരായി. പണ്ടിവിടെ ഇടിവാൾ പത്രം എന്നൊക്കെ പറഞ്ഞ പത്രങ്ങളുണ്ടായിരുന്നു തൃശ്ശൂർ. അതിലൊരിക്കൽ വിജയശ്രീ ആത്മഹത്യ ചെയ്തൊരു സംഭവം ഉണ്ടായി. അന്ന് ആ പയ്യൻ പത്രം വിൽക്കാൻ നടന്ന അവനെ പോലീസുകാരെ ഇത് അടിയിട്ട് ഞാൻ കണ്ടതാണ്. അടിയിട്ടിച്ച് കൊണ്ടുപോയി അറസ്റ്റ് ചെയ്തിട്ടില്ല. അവിടെ വന്നിട്ട് ചള്ളയ്ക്കെന്ന് വെച്ചു മര്യാദയ്ക്ക് സംസാരിക്കണം. അതെന്താ പറയുക, ഒരു മാംസപുഷ്പം കൂടി വീണുപോയി എന്ന്. വിജയശ്രീ മരിച്ചു എന്നാണ് പത്രത്തിൽ എഴുതിയിട്ടുള്ളത്. പക്ഷെ ഇവൻ ആ പത്രം ഇവിടെ ആ പത്രം എന്നൊക്കെ 1000-1200 പേജേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ ഇങ്ങനത്തെ വാർത്തകൾ മാത്രമേ വരുള്ളൂ. അപ്പോൾ ആ ചെലവഴിക്കാൻ വേണ്ടി പത്രക്കാർ പറഞ്ഞു കൊടുത്തു, ഓഫീസിൽ പറഞ്ഞത് ഇങ്ങനെ പറഞ്ഞാൽ മതിയെന്ന്. എന്നിട്ട് അവൻ ഈ പേപ്പർ ഇങ്ങനെ പിടിച്ച വാർത്ത വായിച്ചാലോ ഒറ്റ പേജുള്ളൂ. പറയാം, ഒരു മാംസപുഷ്പം കൂടി വീണുപോയി, ഒരു സിനിമാ രംഗത്തൊരു മാംസപുഷ്പം കൂടി വീണുപോയി. ഇങ്ങനെയുള്ള പാർട്ടികൾ അങ്ങനെയുള്ള ചില ഹെഡിങ്ങും കാര്യങ്ങളും കൊടുക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഒരു കാലഘട്ടത്തിൽ മറ്റേ മനോരമ ഫാമിലി, മാതൃഭൂമി ഫാമിലി എന്നൊക്കെ പറഞ്ഞാൽ എന്തോ വലിയ തറവാടിത്തത്തിൻ്റെയും അന്തസ്സിൻ്റെയും ആഭിജാത്യത്തിൻ്റെയും കൂതാരങ്ങളെന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത്. ഇപ്പം ശരിക്കും മറ്റേ പരിപാടി ഇതാണ് ഇപ്പോൾ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യക്ഷ ഉദാഹരണമാണ് ഇപ്പോൾ ഇന്നലെ മറ്റേ വലിയ വന്ന ഈ സാധനം എന്തായാലും പറയാം, മറ്റേ പത്രത്തിൽ വന്നത്. അത് അവർ ചെയ്തത് പരസ്യം കൊടുത്തോട്ടെന്നേ ആയിക്കോട്ടെ, പരസ്യം കൊടുത്തോട്ടെ, അതുകൊണ്ട് കുഴപ്പമില്ല. പരസ്യമായിട്ട് വേണം കൊടുക്കാൻ. അതിൻ്റെതായിട്ടുള്ള ഫോണ്ട് വ്യത്യാസങ്ങൾ അതിൽ കൃത്യം എഴുതണം, ഇത് പരസ്യമാണെന്ന് എഴുതണം. അത് ചെയ്യാതെ ഇവർ വലിയ രീതിയിൽ ഓരോന്നൊക്കെ കൊണാപ്പിച്ച് വെച്ചാൽ അതിൻ്റെ അടിയിൽ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയാൽ കാണില്ല. ADVT അഡ്വർടൈസ്മെൻ്റ് ആണ് അത്ര. എന്നാൽ ഇത് കുറച്ചൊന്ന് സീരിയസ് ആയിട്ടുണ്ട്, ആളുകൾ രംഗത്തിറങ്ങിയിട്ടുണ്ട്, പലയിടത്തും കേസുകളുമായിട്ടുണ്ടെന്നാണ് കേട്ടത്. വലിയൊരു കുറേ മാപ്പ് പറയും, അല്ലാണ്ട് ഇപ്പം എന്താ ചെയ്യുക. നമസ്കാരം.